ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ സംവിധാനം ചെയ്ത ചിദംബരത്തിൻ്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായിരുന്നു ബാലൻ ദി ബോയ്. ജൂൺ 19 പാൻ ഇന്ത്യൻ റിലീസായി തീരെടുത്ത ഈ സിനിമയിൽ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തിങ്കൽ, ടോവിനോ തോമസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. അടുത്ത കാലത്ത് തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ വിജയം വരിച്ച ഏക സിനിമ കൂടിയാണ് ബാലൻ ദി ബോയ്. സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ വരെയുള്ള 33 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 18,87,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 2,67,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 1,02,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 24,10,000 രൂപയും നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 33,40,000 രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 23,18,00,000 രൂപയാണ്. വിദേശത്ത് $1.348 മില്യൺ, അതായത് 12,90,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 33 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 36,05,00,000 രൂപയാണ്. ഇനി ഈ ചിത്രത്തിൻ്റെ മുടക്ക് മുതൽ, തിയേറ്റർ റൈറ്റ്സ്, അതുപോലെ തന്നെ OTT റൈറ്റ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ്, അതുപോലെ പ്രോഫിറ്റ് എന്നിവയിലേക്ക് വന്നാൽ സിനിമയുടെ ബഡ്ജറ്റ് 18 കോടി രൂപയാണ്. ബ്രേക്ക് ഈവൻ വാല്യൂ, അതായത് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 10,50,00,000 രൂപയ്ക്കാണ്. 32 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഷെയറായി കിട്ടിയിരിക്കുന്നത് 8,21,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ഷെയറായി 16 കോടി രൂപയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പ്രോഫിറ്റായിട്ട് 5,50,00,000 രൂപ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ OTT റൈറ്റ്സ് നേടിയെടുത്തിരിക്കുന്നത് C5 OTT പ്ലാറ്റ്ഫോമാണ്. ഈ വരുന്ന ജൂലൈ 31 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതുമാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് C5 OTT പ്ലാറ്റ്ഫോം 5 കോടി രൂപയ്ക്കാണ് ഈ ചിത്രത്തിന്റെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത്. സാറ്റലൈറ്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. ഇനി മേഖല തിരിച്ചുള്ള ചിത്രത്തിന്റെ വെർഡിക്റ്റിലേക്ക് വന്നാൽ കേരളത്തിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ആവറേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതേസമയം തെലുങ്ക് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ സിനിമ ഫ്ലോപ്പാണ്. UAE, GCC ഉൾപ്പെടെ വിദേശ രാജ്യത്ത് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഓവറാൾ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് പൊതുവെ സ്വന്തമാക്കിയിരിക്കുന്നത്. നാളെ ജൂലൈ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. തളപതി വിജയ് നായകനായി H. വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 12 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ 2,50,00,000 വേൾഡ് വൈഡ് പ്രീസെയിൽ 40,60,00,000 എത്തിച്ചേർന്നിരിക്കുകയാണ്. ജൂലൈ 31 റിലീസിംഗ് തീരുമാനിച്ചിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ബാൻഡ് ന്യൂ ഡേ. ചിത്രം തിയേറ്ററിലെത്താൻ ഇനി 8 ദിവസം ബാക്കി നിൽക്കെ ഈ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ നേടിയെടുത്തിരിക്കുന്നത് 1,25,00,000 രൂപയാണ്. ക്രിസ്റ്റഫർ നോളൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ ജൂലൈ 17 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയോടെ ഈ സിനിമ ഇന്ത്യയിൽ 100 കോടി മറികടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ വരെയുള്ള 5 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 5,90,00,000 രൂപയാണ്. കർണാടകയിൽ 15,78,00,000, തെലങ്കാനയിൽ 9,94,00,000, ആന്ധ്രയിൽ 4,34,00,000, തമിഴ്നാട്ടിൽ 8,06,00,000, മഹാരാഷ്ട്രയിൽ 18,86,00,000, ഗുജറാത്തിൽ 4,19,00,000, ദില്ലിയിൽ 13,35,00,000, ഉത്തർപ്രദേശിൽ 2,70,00,000 എന്നിങ്ങനെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് 96,35,00,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. US ഡോളറിൽ ഏകദേശം $10 മില്യൺ ഇന്ത്യയിൽ മാത്രം മറികടന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഷെയറായി 43,44,00,000 രൂപയും ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജൂലൈ 10 തിയേറ്ററെടുത്ത് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ധമാൽ 4 എന്ന ബോളിവുഡ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും വന്നിട്ടുണ്ട്. ചിത്രം 12 ദിവസം കൊണ്ട് മഹാരാഷ്ട്രയിൽ 38,13,00,000 രൂപയും ദില്ലിയിൽ 22,88,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 14,55,00,000, പഞ്ചാബിൽ 3,88,00,000, ഗുജറാത്തിൽ 23,70,00,000, രാജസ്ഥാനിൽ 10,25,00,000, ഗോവയിൽ 1,34,00,000, മധ്യപ്രദേശിൽ 7 കോടി, ചണ്ഡീഗഡിൽ 3,50,00,000, വെസ്റ്റ് ബംഗാളിൽ 5,13,00,000, ആസാമിൽ 1,95,00,000, ഒഡീഷയിൽ 2,64,00,000, ബീഹാർ, ജാർഖണ്ഡ് 5,23,00,000, കർണാടകയിൽ 8,54,00,000, തെലങ്കാനയിൽ 4,42,00,000, ആന്ധ്രയിൽ 85,00,000, തമിഴ്നാട്ടിൽ 1,04,00,000, കേരളത്തിൽ 18,00,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 161,39,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് $2.18 മില്യൺ, അതായത് 21,10,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടൽ 182,49,00,000 രൂപയാണ് സിനിമ 12 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 81 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് 84,36,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.